സൂപ്പർ കപ്പിന്റെ ആദ്യ പകുതിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നിരവധി അവസരങ്ങൾ തുലച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ബോക്സിനുള്ളിൽ മൂന്നിലേറെ തവണ മികച്ച ഗോളവസരങ്ങൾ നഷ്ടപ്പെടുത്തി സ്റ്റാർ സ്ട്രൈക്കർ ഹെസൂസ് ഹിമിനസ് ഇത്തവണ വില്ലനായി മാറി. 39-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ അൻവർ അലി നോഹെ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി അനുവദിച്ചു. കിക്കെടുത്ത ഹിമിനസ് പ്രക്ഷുഭൻ ഗില്ലിനെ ഒരവസരവും നൽകാതെ പന്ത് വലയിലെത്തിച്ചു. ഫസ്റ്റ് ഹാഫിൽ ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ മിനിമം 3 ഗോളുകൾ നേടി രാജകീയമായി തിരിച്ചു വരേണ്ട ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി ഗോളുമായി കഷ്ടിച്ച് ആദ്യ പകുതി കടന്നുകൂടുന്ന കാഴ്ചയാണ് കണ്ടത്. മറിച്ച് ഈസ്റ്റ് ബംഗാൾ ആണ് നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തിയത്. മെസ്സിക്ക് ലഭിച്ച ഒരു കിടിലൻ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ കളിയുടെ ഗതി തന്നെ ആദ്യ പകുതിയിൽ മാറുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ 56-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പുറത്തേക്ക് പോവുകയും ഹിമിനസിന് ലഭിച്ച മികച്ച ഒരു അവസരം വലയിലെത്തിയെങ്കിലും പക്ഷേ ഓഫ് സൈഡ് ട്രാപ്പിൽ കലാശിക്കുകയും ചെയ്തു. മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാളും മികച്ച കളി പുറത്തെടുത്തു. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നപ്പോൾ 62-ാം മിനിറ്റിൽ നോവ സദോയി ഒരു ക്ലിനിക്കൽ ഷോട്ടിലൂടെ ഗോൾ നേടി കൊമ്പന്മാർക്ക് 2 ഗോളുകളുടെ ലീഡ് നൽകി. ഹിമിനസിനെ പിൻവലിക്കുകയും പകരമെത്തിയ ക്വാമി പെപ്ര മികച്ച മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും മൈതാനം സാക്ഷിയായപ്പോൾ ഡേവിഡ് കറ്റാല ആദ്യ മത്സരത്തിൽ തന്നെ തന്റെ ആദ്യ മഞ്ഞക്കാർഡും സ്വന്തമാക്കിയത് കൗതുകകരമായി. പിന്നീട് 2 ടീമുകളും വീറോടെ കളിച്ചെങ്കിലും കൊമ്പന്മാരെ കീഴടക്കാനാവാതെ നിലവിലെ ചാമ്പ്യന്മാർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഏകദേശം 4ഓളം ഗോളുകൾ നേടി ജയിക്കേണ്ട മത്സരം അങ്ങനെ 2 ഗോളുകൾ നേടി ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെയും ഡേവിഡ് കറ്റാലയുടെയും അരങ്ങേറ്റ മത്സരം ഗംഭീരമാക്കി. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു.